സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രായശ്ചിത്ത പരിഹാര തിരുകർമ്മം നടത്തി. ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കഴിഞ്ഞ ദിവസം യുവാവ് നടത്തിയ അവഹേളനത്തിൽ പ്രായശ്ചിത്ത പരിഹാര തിരുകർമ്മം നടത്തി. പ്രധാന അൾത്താരയിൽ നടന്ന പ്രായശ്ചിത്ത കർമ്മത്തിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആർച്ച് ബിഷപ്പും പാപ്പയുടെ വികാരി ജനറലുമായ കർദിനാൾ മൗറോ ഗാംബേറി നേതൃത്വം നൽകി. ഒക്ടോബർ 13 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:45 ആരംഭിച്ച പാപപരിഹാര തിരുകർമ്മങ്ങൾക്ക് ശേഷം കർദിനാൾ ഗാംബേറ്റി അൾത്താരയിൽ വിശുദ്ധജലം തളിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്തു. വത്തിക്കാൻ ബസിലിക്കയിലെ ജീവനക്കാർ പങ്കെടുത്ത ചടങ്ങിൽ അപമാനത്തിന് ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചതായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ എൻസോ ഫോർച്ചാനോ CNAയുടെ സ്പാനിഷ് വാർത്താ പങ്കാളിയായ ACA പ്രിൻസയോട് പറഞ്ഞു. ഒക്ടോബർ 10 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കിടെ അൾത്താരയിലേക്ക് കയറിയ യുവാവ് അവിടെ വെച്ച് മൂത്രമൊഴിച്ചാണ് അവഹേളനം നടത്തിയത്. ഉടൻ തന്നെ പോലീസ് ഇയാളെ ദേവാലയത്തിൽ നിന്നു നീക്കി. സംഭവത്തിൽ ലയോ 14 മാർപ്പാപ്പ ഞെട്ടൽ പ്രകടിപ്പിച്ചിരുന്നു. ലയോ പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രായശ്ചിത്ത പരിഹാര തിരുകർമ്മം ദേവാലയത്തിൽ നടത്തിയത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.